ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അഷ്ടമിരോഹിണിയായിരുന്നുവല്ലോ, ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ രാവിലെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയതിന് ശേഷം ഉച്ചയ്ക്കും അമ്പലത്തിൽ ഊണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വലിയ ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാം മറന്നുപോയി. പിന്നെ ഊണ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു തന്നെ പോയി. ഇനിയിപ്പോൾ ഓർത്താലും ആ തിരക്കിലും ആ ചൂടിലൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പറ്റില്ലല്ലോ, എന്തെങ്കിലും മേടിച്ചേ പറ്റുള്ളൂ. ഇനി അവർക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനമാണെങ്കിലും മേടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയി. അമ്മാമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് 2 ബലൂണും മാലയും ക്ലിപ്പും എന്തൊക്കെയോ മേടിച്ചുകൊണ്ടൊക്കെ വന്നു. എനിക്കാണെങ്കിൽ ഓണം സീസൺ ആയപ്പോൾ തൊട്ട് ഒരു ഓണം ഫോട്ടോഷൂട്ട് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടനും ഇന്ന് അതായത് അഷ്ടമിരോഹിണിയുടെ അന്ന് ഫോട്ടോ എടുക്കാൻ വരാം, ചേട്ടനും ഒന്ന് ഓഫാണ് അപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഊണായിട്ട് വേഗം കടയിൽ പോയി മുല്ലപ്പൂവും പിന്നെ ചെത്തിയും തുളസിയും കൂടെയുള്ള മാലയും ജമന്തി മാലയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് വേഗം പൂമാലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ആ സമയം കൊണ്ട് ഞാൻ ആമസോണിൽ 2 ബ്ലൗസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗ്രീനാണ്, ഒരു റോയൽ ഗ്രീൻ അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ പോലത്തെ കളറും, പിന്നെ ഒന്ന് മെറൂൺ. അപ്പോൾ ഈ ബ്ലൗസ് ഞാൻ ഉദ്ദേശിച്ച കളറിൽ ആ ഒരു പാറ്റേണിൽ ഡിസൈനിൽ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലഷ് വിത്ത് ആഷിൻ്റെ ഐശ്വര്യയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഐശ്വര്യ ഇങ്ങനെ ഒരു ബ്ലൗസിൻ്റെ ലിങ്ക് ഐശ്വര്യ മേടിച്ചു എന്നും പറഞ്ഞ് ഒരു ബ്ലൗസ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനും വേഗം തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ ബ്ലഷ് വിത്ത് ആഷ് ഓർഡർ ചെയ്തതൊരു റോയൽ ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വളരെ നല്ല കളേഴ്സിലുള്ള ബ്ലൗസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഗ്രീനും മെറൂണും ഓർഡർ ചെയ്തു. അപ്പോൾ ആ ബ്ലൗസുകളും വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ഫോട്ടോഷൂട്ടിന് പോയത്. അതിൽ ഗ്രീൻ കളർ അടിപൊളി ബ്ലൗസാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലൗസാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഫോട്ടോഷൂട്ട് നടത്തുകയാണല്ലോ, ഓണം ഫോട്ടോഷൂട്ട്. അപ്പോൾ ഒന്ന് കുറച്ച് മേക്കപ്പ് ചെയ്തേക്കാം, ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മേക്കപ്പ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെ റിലാക്സിങ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. എനിക്ക് വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ ഫുൾ ഫൗണ്ടേഷൻ ഇട്ട് കൺസീലർ ഇട്ട് അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. ഞാൻ നോർമലി എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്, ബ്ലഷ്, പിന്നെ ഐ ഷാഡോ അത്ര യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ഫേസ് കഴുകിയിട്ട് വന്നു. അതിനുശേഷം ആലോവേര ജെല്ലിട്ടു. ആലോവേര ജെല്ല് ഒന്ന് അബ്സോർബായി കഴിഞ്ഞതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടിപ്പോൾ വീബയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നിന് നല്ല പറ്റിയൊരു മോയ്സ്ചറൈസർ തന്നെയാണ്. അതും കൂടി അബ്സോർബ് ആയതിനു ശേഷം ഞാൻ വേഗം തന്നെ സൺസ്ക്രീൻ ഇട്ട്, കാരണം വെയിലത്തൊക്കെ പോയിട്ടാണല്ലോ ഫോട്ടോസ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ സൺസ്ക്രീനും ഇട്ടു, മുഖത്തും കഴുത്തിലും സൺസ്ക്രീനും ഇട്ടതിന് ശേഷം ഞാൻ കറക്റ്റ് കൺസീലർ യൂസ് ചെയ്തൊരു ഓറഞ്ച് ടോണുള്ള കൺസീലർ എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് ഈവൻ ഔട്ട് ചെയ്യാനായിട്ട്. കാരണം എനിക്കൊന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു ഐ മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ തന്നെ അതൊന്ന് സെറ്റിലായിക്കായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു. ഫൗണ്ടേഷൻ എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടി. മേ ബി ഞാൻ അന്ന് രാവിലെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് നല്ലോണം ഫേസൊക്കെ പ്രെപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഫൗണ്ടേഷൻ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന് ശേഷം ഞാൻ പിന്നെ ഐ മേക്കപ്പ് ചെയ്തു തുടങ്ങി. ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ മുഖത്തിട്ട ഫൗണ്ടേഷൻ അതുപോലെ തന്നെ കഴുത്തിലും കുറച്ചൊന്ന് ഇട്ട് കൊടുത്തു. കാരണം മുഖത്തെ സ്കിൻ ടോണും കഴുത്തിലെ സ്കിൻ ടോണും തമ്മിൽ മാച്ച് ആവണമല്ലോ, വേറെ നിൽക്കരുത്. അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഐ മേക്കപ്പ് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒരു ന്യൂട്രലായിട്ടുള്ള ടോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ഐലിഡ്സിലൊന്ന് ഇട്ട് കൊടുത്തു, ഒരു ബേസ് പോലെ. അതിനുശേഷം അപ്പോൾ ഞാൻ ബേസ് കളർ ഇട്ടതിന് ശേഷം ഞാനൊരു കളർ എടുത്തിട്ട്, ഒരു പിങ്കിഷ് ടോൺ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിലും ഔട്ടർ കോർണേഴ്സിലും അത് ഇട്ട് കൊടുത്തു. നടുക്കിട്ടില്ല, ഇന്നർ കോർണേഴ്സിലും ഔട്ടർ കോർണേഴ്സിലും മാത്രം ഇട്ട് കൊടുത്തു. അത് നല്ലോണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നടുക്ക് ഒരു പീച്ച് പോലത്തെ കളർ ഇട്ട് കൊടുത്തു. അതും നല്ലോണം ബ്ലെൻഡായി കഴിഞ്ഞിട്ട് കൈ വച്ച് ഒരു ഗ്ലിറ്ററി കളർ ഞാൻ വിരൽ വെച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു ബ്രൗൺ കളർ ഐ ഷാഡോ എടുത്തിട്ട് ഫുള്ളായിട്ട് എൻ്റെ
ഇതായിട്ട് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്താ പറയുക, എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലഷ് എന്ന് പറഞ്ഞത് എർത്ത് റിതമിൻ്റെ ബ്ലഷാണ്. അയ്യോ, ഇത് അടിപൊളി ബ്ലഷാട്ടോ. അത് ഞാൻ ഈ ബ്ലഷ് മേടിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ചാൾ യൂസ് ചെയ്തില്ല. കാരണം എനിക്കിനി എല്ലാവരും ഓക്വേർഡായിട്ട് വിചാരിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു യൂസ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇത് വൺസ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി ബ്ലഷ്, അതായത് നമ്മൾ ബ്ലഷ് ഇട്ടേക്കാന്ന് തോന്നില്ല, നമ്മുടെ ഒരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ പോലെ തോന്നും. അതുപോലെയാണ് ഈ ബ്ലഷിൻ്റെ ഒരു ഇത്. ഭയങ്കര പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുകയും ചെയ്യും. ഭയങ്കര ഭംഗിയാണ് ഈ ബ്ലഷിന്. അപ്പോൾ ഞാൻ എർത്ത് റിതമിൻ്റെ ബ്ലഷ് ഇട്ട് കൊടുത്തു. അതിനുശേഷം മസ്കാര ഇട്ടു, കണ്ണെഴുതി, പൊട്ട് തൊട്ടു, ഐബ്രോസ് ഫില്ല് ചെയ്തു, അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഈ ലുക്കിന് ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നൈക്കയുടെ ഓൾ ഡേ മാറ്റ് എന്ന റേഞ്ചിൽ വരുന്ന ഡാൻസ് ദീവ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് നൈക്കയുടെ ഈ ഓൾ ഡേ മാറ്റ് റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര എന്താ പറയുക, ലോങ് ലാസ്റ്റിക്കാണ്. നമ്മളൊന്ന് ഫുഡ് കഴിച്ചാലൊന്നും അത് പോവുക അങ്ങനെയൊന്നുമില്ല. വളരെ നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല ഫോർമേഷനാണ്, മാറ്റ് ലുക്കാണ്. അപ്പോൾ എനിക്ക് മാറ്റ് ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ലുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് മാല, കമ്മൽ, പിന്നെ ഈ മിഞ്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു, മിഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് എനിക്കതിന് ലുക്കൊന്നും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചൊരു കണ്ണാടിയിലൊക്കെ നോക്കി, അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ നന്ദുവിനെ പാറുവിനെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ റെഡിയാവാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ എനിക്ക് റെഡിയാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെ ആദ്യം റെഡിയാക്കി, എന്നിട്ട് ഞാൻ റെഡിയായി. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പഴയ ഒരു തറവാടുണ്ട്. എൻ്റെ ഒരു വല്യമ്മയുടെ ഒക്കെ വീട് തന്നെയാണ്. വല്യമ്മയൊക്കെ അവിടെ താമസിക്കുന്നത് പഴയ തറവാടാണ്. മേ ബി ഒരു 100, ഞാൻ പൊക്കി പറയല്ല, എന്നാലും ഒരു 100-150 വർഷം പഴക്കം ഉണ്ടാവും. പഴയ മച്ചും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. നല്ല അടിപൊളി വീടാണ്. ചുറ്റും 2 കുളവും കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വീടാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ചേട്ടനും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊഴുത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പൊളിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ ഈ തൊഴുത്തൊക്കെ കണ്ടപ്പോഴത്തേക്കും നന്ദുവിനെ കാണിച്ചു കൊടുത്തത്, നന്ദു ഇതാണ് പണ്ടത്തെ പശുക്കളുടെ വീട്, തൊഴുത്ത് എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവിടെ നടന്ന് ഞാൻ വല്യമ്മയുടെ കുറച്ച് നേരം പോയി വർത്താനമൊക്കെ പറഞ്ഞ സമയം കൊണ്ട് ചേട്ടൻ വന്ന് നന്ദുവിൻ്റെ പാറുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ നടന്ന് അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഫോട്ടോസാണ്. ചേട്ടൻ്റെ ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് ചേട്ടൻ ഫോട്ടോസൊക്കെ എടുത്തു തരും. എനിക്ക് പൊതുവേ അങ്ങനെ സെറ്റ് മുണ്ട് ഉടുക്കുന്നത് വലിയ ഇഷ്ടമല്ല. ഞാൻ ഉടുത്താൽ ശരിയാവാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് ഈ പച്ചക്കര സെറ്റ് മുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ മേടിച്ച സെറ്റ് മുണ്ടാണ്. പക്ഷേ ഓണം ഷൂട്ടിനായിട്ട് ഞാൻ അതെടുത്തു. അപ്പോൾ അതിന് മാച്ചിങ്ങായിട്ട് ബ്ലൗസ് കിട്ടിയപ്പോഴത്തേക്കും സന്തോഷമായി. അപ്പോൾ ഞാനിത് തൃപ്പൂണിത്തുറയിലെ കസവ് കടയിൽ നിന്നാണ് ഈ സെറ്റ് മുണ്ട് എടുത്തത്. അങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴുത്തിൻ്റെ അവിടെ പോയി ഇരുന്ന കേട്ടോ. പക്ഷേ അപ്പോഴേക്ക് പശുക്കൾ വന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ ഓടി. അങ്ങനെ ഫോട്ടോസ് എടുത്ത് വീടിൻ്റെ ചുറ്റുമുള്ള ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, വാ നമുക്ക് കുളം കാണാമെന്ന് പറഞ്ഞ് കുളമൊക്കെ കാണാൻ പോവുകയാണ്. കണ്ടില്ല എന്ത് ഭംഗിയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ഊഞ്ഞാൽ കെട്ടി ആടിക്കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ. അങ്ങനെ അവസാനം കുളത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം ഇപ്പോൾ വല്യമ്മയ്ക്കൊക്കെ പ്രായമായതുകൊണ്ട് കുളത്തിലേക്കൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ ആ വഴിയൊക്കെ അടഞ്ഞ് കുളമൊന്നൊക്കെ ഇപ്പം അങ്ങനെ വെട്ടി വൃത്തിയാക്കാറൊന്നുമില്ല. അതങ്ങനെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറൊന്നുമില്ല. ഫോട്ടോസ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സമയം പോകുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ സന്ധ്യയായി. എന്നാൽ പിന്നെ മതിയാക്കാം എന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഭയങ്കരമായിട്ട് കൊതുകൊക്കെ വന്നു തുടങ്ങിയായിരുന്നു, നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കലൊക്കെ അങ്ങ് റാപ്പപ്പ് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോയി.
ചെണ്ടമേളമൊക്കെ കുറച്ച് നേരവും കൂടി ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പാറുവിന് ഉറക്കം വന്ന് തൂങ്ങി തുടങ്ങിയായിരുന്നു. അപ്പം പിന്നെ ഇരിക്കണ്ടല്ലോ രാത്രിയായി എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.